ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഓരോ വിശുദ്ധരും നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്ന പാഠങ്ങൾ അത് നമ്മുടെ തന്നെ ജീവിത വിശുദ്ധിക്ക് ഉപകരിക്കുന്നതാണ്. നമുക്കിന്ന് വിശുദ്ധ മഗ്ദലന മറിയത്തെ പറ്റിയിട്ട് ധ്യാനിക്കാം. ഈ വിശുദ്ധയിൽ നിന്ന് 7 പിശാചുക്കളെ യേശുനാഥൻ പുറത്താക്കിയെന്ന് ലൂക്കാ സുവിശേഷകൻ 8-ാം അധ്യായം 2-ാമത്തെ തിരുവചനത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈശോ തനിക്ക് നൽകിയ ഈ ഒരു വിമോചനം, താൻ അതുവരെ അനുഭവിച്ചിരുന്ന പീഡകളിൽ നിന്നൊക്കെ വിമോചനം നൽകിയ ഗുരുനാഥനെ പിന്നീട് ഒരിക്കലും വിട്ടുകളയാനായിട്ട് മറിയ മഗ്ദലേന തയ്യാറായിരുന്നില്ല. എപ്പോഴും ഈശോയുടെ ഒപ്പമായിരിക്കാനും ഈശോയുടെ വചനങ്ങൾ കേൾക്കാനും ഈശോയ്ക്ക് ശുശ്രൂഷ നൽകാനുമൊക്കെ മറിയ മഗ്ദലേന എപ്പോഴും ഒപ്പമുണ്ടായിരുന്നു. ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹത്തിലെന്നും ഐക്യത്തിലായിരിക്കാനായിട്ട് വിശുദ്ധ മഗ്ദലന മറിയം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നമുക്ക് മഗ്ദലന മറിയത്തിൽ പ്രത്യേകമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവിടുത്തെ അത്ഭുത പ്രവൃത്തികളിൽ സന്തോഷിക്കലും വചനം കേൾക്കലും മാത്രമായിരുന്നില്ല വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ ശിഷ്യത്വം. അതും കടന്ന് കുരിശിലേക്ക് എത്തി നിൽക്കുന്ന ഒരു വലിയ സ്നേഹമായിരുന്നു. താൻ നെഞ്ചോട് ചേർത്ത് വെച്ച എല്ലാവരും തന്നെ ആ കുരിശിന് ചുവട്ടിൽ വരാനായിട്ട് വിമുഖത കാണിച്ചപ്പോൾ മറിയ മഗ്ദലേന ഈശോയുടെ പീഡാസഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ഈശോ അനുഭവിക്കുന്ന വേദനകളെ നെഞ്ചോട് ചേർക്കാനായിട്ട് പരിശ്രമിച്ചു. ആ സ്നേഹം അവിടെയും കഴിയുന്നില്ല. തൻ്റെ 11 ശിഷ്യന്മാരും യഹൂദരെ ഭയന്ന് ഒളിത്താവളങ്ങളിലായിരുന്ന സമയത്ത് ശാബത്ത് കഴിഞ്ഞ അതേ ദിവസം തന്നെ സുപ്രഭാതത്തിൽ ഉണർന്ന് ഈശോയുടെ കബറിടത്തിലേക്ക് കടന്നു വരികയാണ്. തനിക്ക് നല്ല രീതിയിൽ ഈശോയ്ക്ക് ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ എന്ന് കരുതിയിട്ട് നല്ല രീതിയിൽ തന്നെ ഈശോയെ ഒന്നും കൂടെ അടക്കാനായിട്ടാണ് വിശുദ്ധ മഗ്ദലന മറിയം ആ കബറിടത്തിലേക്ക് വരുന്നത്. എന്നാൽ അവളെ കാത്തിരുന്നത് വലിയൊരു സന്തോഷത്തിൻ്റെ രഹസ്യമായിരുന്നു. ഈ ലോകത്തോട് അല്ലെങ്കിൽ ഭയപ്പെട്ടിരുന്ന തൻ്റെ അപ്പോസ്തലന്മാരോട് ചെന്ന് പറയാനായിട്ട് മഗ്ദലന മറിയത്തിനോട് യേശു പറഞ്ഞേൽപ്പിക്കുന്നത് ഇത് തന്നെയാണ്: ഞാൻ ഉയർത്തെഴുന്നേറ്റു, അത് അവരോട് പോയി പറയുക. അവിടുത്തെ ഉദ്ധാനത്തെ പറ്റിയിട്ട് വളരെ സന്തോഷത്തോടു കൂടെ തൻ്റെ അപ്പോസ്തലന്മാരോട് പറയാനായിട്ട് ഈശോ ഏൽപ്പിച്ച് നൽകുന്നത് മറിയം മഗ്ദലനയാണ്. ഈ വിശുദ്ധയുടെ ജീവിതം നമുക്ക് ഒരു വലിയ പാഠം തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ശിഷ്യത്വം എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഒരു ചിന്ത നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് വിശുദ്ധ മഗ്ദലന മറിയം നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. എതുവരെയാണ് ഞാൻ ഈശോയെ സ്നേഹിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എപ്രകാരമാണ് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്ക് ഉളവാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. മഗ്ദലന മറിയത്തോടൊപ്പം നിന്നുകൊണ്ട് ഈശോയെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പഠിക്കാം. ഈ വിശുദ്ധ നമ്മളെ ഈശോയെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിച്ചു തരും. എപ്പോഴും അവിടുത്തോടൊപ്പമായിരിക്കാനും അവിടുത്തെ ഉള്ളു തുറന്ന് സ്നേഹിക്കാനും ഈ വിശുദ്ധ നമുക്ക് വലിയൊരു പ്രചോദനമാണ്. ആ പ്രചോദനത്തിൽ നിന്നുകൊണ്ട് ഈശോയെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം.